ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഒക്കെ എടുക്കാൻ അടിച്ചിട്ട് ഡെയിലി വ്ലോഗൊക്കെ എടുക്കാൻ അടിച്ചിട്ട് രാവിലെ തന്നെ ഞാൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ മുന്നേ നിങ്ങളൊരു കാര്യം പറയാണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ കുറേ ആയി കോഫിയൊക്കെ കുടിച്ചിട്ട്. അപ്പം ഇന്നൊരു കോഫി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ നേരത്തെ നീച്ചിക്കണ്. പക്ഷേ 7 മണിക്കാണ് കിച്ചണിലേക്ക് കയറുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തിക്കണം. അപ്പം ഇന്ന് നല്ലൊരു യമനി റൊട്ടീൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ ചിക്കൻ ചുക്ക, അതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ്. അപ്പോൾ അതിൻ്റെ കോഫിയൊക്കെ സെറ്റ് ആയിക്കണം. കോഫിയും ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ വിചാരിച്ച്. അങ്ങനെ എൻ്റെ കോഫിയൊക്കെ സെറ്റായി. പിന്നെ ഏതോ ഒരു ബിസ്ക്കറ്റ്, ഈ ബിസ്ക്കറ്റിന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഉള്ള ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ആക്കാൻ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ മോനിക്കുന്നത്. അപ്പം ഞാൻ ബിസ്ക്കറ്റ് തന്നെ നടക്കില്ല, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഉറക്കം അങ്ങോട്ട് ശരിയാവണില്ല. അപ്പം ഇനി ചായ കുടിച്ചിട്ട് വേണം, കോഫി കുടിച്ചിട്ട് വേണം നമുക്ക് എന്താക്കാം ഒന്ന് ഉറക്കാൻ. ഒന്ന് ഉറങ്ങിയിട്ട് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്ക്. ഇന്ന് ഞാനാണ് ഏറ്റെടുത്തത്. അപ്പം പിന്നെ നമ്മൾ ചെയ്യണമല്ലോ. പിന്നെ അത് ഞാൻ മോനെ ഇറക്കിയിട്ട് കിച്ചണിലേക്ക് വന്ന് ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് യമനി റൊട്ടി ആൻഡ് ചിക്കൻ ചുക്ക. ചിക്കൻ ചുക്കിൻ്റെ റെസിപ്പി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. യമനി റൊട്ടീനെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പൊറാട്ട മാറി നിൽക്കൊക്കെയാണ് പറയുന്നത്. പക്ഷെ പൊറാട്ട മാറൊന്നുമില്ല, പക്ഷെ നല്ല സോഫ്റ്റുള്ള പത്തിരി കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ കേക്ക് വെച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്തേക്കട്ടെ. പിന്നെ തക്കാളി പിന്നെ മിക്സിയിൽ അടിക്കുകയാണല്ലോ. അപ്പം ഞാൻ കട്ടിങ് നടക്കട്ടെ. Too scared now, thinking I should call up all night. I think it's odd how we always wait another day, how we watch things that kids walk away. Let's live down by the water, watch you come and go home. I wish we were both. അങ്ങനെ കട്ടിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കനൊന്ന് മസാല വെക്കാൻ വേണ്ടി പോവാണ്. അതിന് 2 ടേബിൾ സ്പൂൺ മുളകും പൊടിയും പിരിയാമ്പൊടി, പെരിഞ്ചീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം കൊഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് റെസിപ്പി കാണിക്കില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കണ്, നിങ്ങൾ നോക്കണ്ടി. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് പിന്നെന്താ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാക്കാൻ്റെ ശബ്ദമൊക്കെ കേൾക്കും കിട്ടും. ഞാൻ രാവിലെയാണ് വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത്. അതാണ് നേരത്തെ ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ ഇപ്പൊക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. കട്ടൻ ചായ ആണ് ഇപ്പൊക്ക്. കുറച്ച് സ്ട്രോങ് കൂടി പോയിക്കണം ഉണ്ടാക്കാനാണ്. പിന്നെ ഇപ്പൊക്ക് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറിയൊക്കെ സെറ്റ് ആയിക്കണം. നമുക്ക് യമനി റൊട്ടി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് ചോറും 1 കപ്പ് വെള്ളം, അതാണ് കണക്ക്. എന്നിട്ട് നല്ലോണം ഫൈനായിട്ട് അരിച്ചെടുക്കുക. ഒരു തരി പോലും ഉണ്ടാകാൻ പറ്റില്ല. അതിലൊക്കെ 3 കപ്പ് മൈദയും 1 നുള്ള് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ. പൊറാട്ട മാറി നിൽക്കുകയൊക്കെ പറഞ്ഞു, പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പൊറാട്ട ഒന്നും മാറി നിൽക്കൊന്നുമില്ല. പൊറാട്ട തന്നെ ആണല്ലോ. എന്നിട്ടൊരു കണ്ണെച്ച മഴ നമ്മൾ പരത്തണം. അപ്പോൾ ഞാൻ എൻ്റെ അമ്മനെ കൊണ്ട് പരത്തിക്കണം. ഞാൻ പരത്തിയാൽ ശരിയാവില്ല. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയിട്ട് നമ്മൾ പരത്തും. അങ്ങനെ തന്നെ എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കൽ. അപ്പോൾ ഇതാണ് യമനി റൊട്ടി. അപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിതാണ്. അപ്പം എൻ്റെ മോൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ പത്തിരിപ്പണി മനേൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ മോനെടുത്തെടുക്കണം. ചെറിയ ആൾ നീച്ചാൽ പിന്നെ ഒന്നിനും കഴിയൂല. എനിക്ക് പിന്നെ വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ വേണം താനും. അപ്പോൾ മൂത്താളും നീച്ച്. ഇവരൊക്കെ ഉറങ്ങി നീച്ചാൽ അത് മൂഡ് റെഡി ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ നേരത്തെ നീച്ചുകൊണ്ടിരിക്കുന്ന നല്ല വിശപ്പ്. പിന്നെ ചിക്കൻ ചുക്കൊക്കെ ആകുമ്പോൾ പിന്നെ വിശപ്പ് കുറച്ച് കൂടുമല്ലോ, അത് വേറെ കാര്യം. അങ്ങനത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ഫുഡ് എടുത്തിട്ട് ഞാൻ മോനെ ഉറക്കാൻ വേണ്ടി പോവാണ്. ഓൻ ഉറങ്ങിയിട്ട് വേണം. ഇന്ന് ലഞ്ച് പിന്നെ ആ കറിയും ബാക്കിയുണ്ട്. നെയ്ച്ചോറും ചമ്മന്തിയും ഒക്കെ വിചാരിച്ചു.
12 മണിക്കാണല്ലോ. പിന്നെ ഞാൻ അതൊരു ഫേസ് പാക്ക് ഇടാൻ വിചാരിച്ചു. കുറേ ആയി പാക്ക് ഇട്ടിട്ട്, പ്രത്യേകിച്ച് സ്കിന്നൊന്നും കെയർ ചെയ്യില്ല. അപ്പോൾ ഞാനിതാ ഇരട്ടി മധുരമൊക്കെ വാങ്ങിപ്പിച്ചിരുന്നു. അപ്പോൾ ഇരട്ടി മധുരവും തൈരൊക്കെ കൂട്ടിയൊരു പാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മളെ സ്കിന്നൊക്കെ നമ്മൾ കെയർ ചെയ്യണമല്ലോ. ഞാൻ പിന്നെ കെയർ ചെയ്യലില്ല, അങ്ങനെ ചെയ്യാൻ വിചാരിക്കും കേട്ടോ. പക്ഷെ പിന്നെ മടിയാവും. ഓരോ ദിവസം ചെയ്യും, പിന്നെ അതാ എന്നും ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, പിന്നെ ചെയ്യൂല. അത് വേറെ കാര്യം. അങ്ങനത്തെ പാക്കൊക്കെ റെഡിയാക്കി ഞാൻ അതാ ഒരു 20 മിനിറ്റ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോഴത്തെ നമുക്ക് നെയ്ച്ചോറിലൊക്കെയുള്ള ഉള്ളിലേക്ക് അരിയാൻ വിചാരിച്ച്. പിന്നെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ ചുക്കയുണ്ട്, ചമ്മന്തിയും. അപ്പം ഞാൻ പിന്നെ ഉള്ളിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ പൊരിച്ചത് നമുക്ക് നിർബന്ധമില്ല. എനിക്ക് പിന്നെ നെയ്ച്ചോറ് അതൊക്കെയാണല്ലോ കൂടുതൽ ഇഷ്ടം. പിന്നെ പപ്പടം അച്ചാറൊക്കെ ഉണ്ടല്ലോ, അത് മതിയല്ലോ. Miss you like an old friend. Too scared now, thinking I should call up all night. I think it's hard how we always wait another day. How we watch things that kids walk away. പിന്നെ അത് ആ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഞാൻ പിന്നെ ആരെ കാത്തുക്കാന്നിട്ടില്ല, വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇന്നലെ വിശക്കണമുണ്ട്, പിന്നെ വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം ഉറങ്ങില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങിയിരിക്കണം. പിന്നെ ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ ലേറ്റ് ആകുമ്പോൾ ഉറങ്ങാനും നേരം വൈകുമല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് ഉറങ്ങി നീക്കാൻ വിചാരിച്ചു. ഇനി ഉറങ്ങി നീച്ചിട്ട് കാണാം. അപ്പോൾ അതാ അങ്ങനെ അടിപൊളി ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു ഇഞ്ചി ചായ ഉണ്ടാക്കാൻ വിചാരിച്ച്. എന്താണ്, പാൽ ചായ ആകുമ്പോൾ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഒരു ഇഞ്ചി ചായ ആയിക്കോട്ടെ വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊരു ബനാന കേക്ക്, കായ്പോള, പഴം കേക്ക് അങ്ങനെയൊക്കെ പറയുമല്ലോ, ആ കേക്കിൻ്റെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യട്ടോ. പെട്ടെന്നൊരു പൂതി, അപ്പോൾ ഒരു ഭയമുള്ളത് അവിടെ. അപ്പം അതിനൊരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച്. ചെറിയൊരു വീഡിയോ ആണത്, അപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമല്ലോ. അങ്ങനെ അപ്പം എന്തെങ്കിലും പറയാൻ വേണ്ടി പോയത്. ആദ്യമൊക്കെ നമ്മൾ ഒരു 8th 7th പഠിക്കുമ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ ആരോ പറഞ്ഞു കൊടുത്താണോ അറിയില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ വെറും അത് തന്നെയാണ് കേട്ടോ, പാൻ കേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്കത് മതിയായി, പിന്നെ ഉണ്ടാക്കൽ തന്നെ ഇല്ല. പിന്നെ ഇപ്പോൾ കുറേ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അത് ഉണ്ടാക്കണത്. പിന്നെ ഉന്നക്കായൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ പാൻ കേക്കിന് ആരും മെയിൻ ചെയ്യില്ലല്ലോ. നല്ല സ്ട്രോങ്ങിൽ ഇത് പാൽ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. പിന്നെ അത് തന്നെയല്ലോ ഇവരപ്പുറം. പിന്നെ ഒരു 9 മണിയാകുമ്പോൾ കറണ്ടൊക്കെ പോയി. പവർ കട്ടാണെന്നല്ല, പ്രത്യേകിച്ച് കാറ്റും വീശിയില്ല, മഴയൊന്നും ഇല്ലേനു, കറണ്ട് പോയി. അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനും ഇല്ലേനു. അപ്പോൾ ഇതാ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.